ഏപ്രിൽ 15, 2026 ഇത് മലയാളികൾ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇത് പൂർണ്ണമായിട്ടും മോഹൻലാൽ സോഷ്യൽ മീഡിയ കത്തിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തൂക്കിയ ഒരു വർഷമാണ് 2026 ഏപ്രിൽ 15. കാരണം പല ചാനലുകളും മോഹൻലാലിനെ വിളിക്കുകയും ഈ പറഞ്ഞ പോലെ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള 24 ന്യൂസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ചാനലുകൾ മോഹൻലാലിനെ വിളിക്കുകയും മോഹൻലാലിന്റെ സംഭാഷണ രീതികൾ കണ്ടിട്ട് ചിലവർ മോഹൻലാൽ അടിച്ച് ഫിറ്റാണെന്ന് പറയുകയും അങ്ങനെയുള്ള കമന്റ്, ചിലർ മരുന്നിന്റെ സെഡേഷൻ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല രസമാണ് മോഹൻലാൽ സംസാരിക്കുന്നത് കേൾക്കാൻ. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് ബാക്കിയുള്ള മോഹൻലാൽ അടിച്ച് ഫിറ്റാണെന്നുള്ളതൊന്നും അല്ല നമ്മുടെ വിഷയം. നമുക്ക് പെട്ടെന്ന് ഞാനൊക്കെ കടന്നു പോയത് മോഹൻലാൽ അധിപൻ സിനിമയുണ്ട്. അധിപൻ സിനിമയെ കണ്ടിട്ടുള്ളവർക്കറിയാം. മോഹൻലാൽ ദൂരദർശനത്തോട് വിളിക്കുന്ന ഒരു സീനുണ്ട്. നല്ല അടിപൊളിയാണ്. അതിനകത്ത് ദൂരദർശനത്തോട് വിളിക്കുമ്പോൾ മോഹൻലാൽ തെറി വിളിക്കുന്നൊക്കെ സീനൊക്കെ സൂപ്പറാണ്. അതുപോലൊക്കെ നമുക്ക് ഫീൽ ചെയ്തു. ഇത് നമുക്ക് നല്ല ലൈവായിട്ട് ഇഷ്ടം പോലെ ട്രോളായിട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചിരിച്ച് മടുക്കാനുള്ള ഇഷ്ടം പോലെ സാധനം എന്തായാലും വിഷയമായിട്ട് മോഹൻലാൽ റെഡിയാക്കി തന്നുള്ളതാണ്. അതുപോലെ തന്നെ സാഗർ കോട്ടപ്പുറം അയാൾ കഥ എഴുതുകയാണ്. മോഹൻലാലിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള പടമാണ്. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്ത ദിവസമാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ, അതായത് ഏപ്രിൽ 15. കാരണം മോഹൻലാലിന് മലയാളികൾ കൊടുത്തേക്കുന്ന ലൈസൻസ് ഉണ്ട്. ഇനി എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് മോഹൻലാൽ ലാലേട്ടറല്ലേ ഓക്കെ എന്ന് പറയുന്ന സാധനമുണ്ട്. കുഞ്ചാക്കോന്റെ ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷൻ വന്ന കുഞ്ചാക്കോൻ ഉൾപ്പെടെയുള്ളവർക്ക് സത്യം പറഞ്ഞാൽ ചിരി അടക്കാൻ വയ്യ. ശ്രീകണ്ഠനാർക്കായാലും എല്ലാ അവതാരവർക്കും ചിരി അടക്കാൻ വയ്യ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ലാലേട്ടൻ തൂക്കി വീശു, അതിനകത്ത് സംശയം വേണ്ട. ഓക്കെ.